പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധം എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പോവുകയാണ്. യുദ്ധം ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ അപ്രഖ്യാപിത യുദ്ധമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ സൈനിക തലവന്മാരെ വധിച്ചതും ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതൊക്കെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമൈനി ഇന്നലെ രാത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ ഇസ്രായേലിൽ നരകം സൃഷ്ടിക്കുമെന്നാണ്. ആ തരത്തിലുള്ള ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇതേ രീതിയിൽ തന്നെ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഇറാന് വരുന്നത്. അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി തുടങ്ങിയത്. ഇറാൻ 100 ഡ്രോണുകൾ അടിച്ചാണ് ആദ്യം അതിന് തിരിച്ചടി ആരംഭിച്ചത്. പിന്നീട് മിസൈലുകൾ ഏതാണ്ട് 100-ലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചു. ഇത്തവണ ഒരു വ്യത്യാസമുള്ളത്, കഴിഞ്ഞ ഏപ്രിൽ 2024 300 റോക്കറ്റുകൾ അയച്ചിരുന്നു. അതിൽ 120 ബാലിസ്റ്റിക് മിസൈലുകളും 170 ഡ്രോണുകളുമായിരുന്നു. അന്ന് ഏതാണ്ട് 99% അല്ലെങ്കിൽ 99% ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന്റെ അയൺ ഡോമുകൾ തടഞ്ഞിട്ടു. പക്ഷെ ഇത്തവണ അത്ര വിജയിച്ചില്ല. പല സ്ഥലത്തും ടെല്ലവീവിൽ പല പ്രദേശങ്ങളിൽ അത് പതിച്ചു, തീഗോളങ്ങൾ ഉണ്ടായി. 60ഓളം പേർക്ക് ഇസ്രായേലികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമാണ്. ഒരാൾ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്ത വരുന്ന. അപ്പോൾ അയൺ ഡോമുകൾക്ക് ഇത്തവണ വേണ്ടത്ര എഫക്റ്റീവ് ആവാൻ പറ്റിയില്ല. ഒരുപക്ഷെ ഇറാൻ പ്രയോഗിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ അല്പം ശക്തിയേറിയതായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്.